അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ ഒരു തട്ട് തകർപ്പൻ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഒരു കിട്ടില്ല പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്, പറയാതെ വയ്യ സംഭവം. അപ്പോൾ നമ്മൾ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ അടിപൊളി പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അച്ചമ്മയും സംഘവും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഹാളിൽ. രേവതിയുടെ കാര്യത്തിനായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അച്ചമ്മ ചോദിക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അല്ല ചന്ദ്രേ അവളെന്തിയെ എന്നിങ്ങനെ ചോദിക്കണം. ശ്രുതി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയാണ്, അത് അമ്മേ ശ്രുതിയുടെ കൂടെ അവരുടെ മുറിക്കകത്തുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. അച്ചമ്മ ചോദിക്കുകയാണ്, അല്ല അവർ രണ്ടുപേരും കൂടി ചേർന്ന് മുറിയിൽ കതകടച്ചിരിക്കാനായിട്ട് അവരുടെ കല്യാണം എന്താ കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം അച്ചമ്മ പറയാണ്, നീ പോയി മര്യാദയ്ക്ക് അവളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് വല്ലാണ്ടാവുകയാണ്, കൊച്ചായി പോവുകയാണ്. പക്ഷേ അങ്ങനെ ചന്ദ്രമതി നേരെ പോവുകയാണ്. പോയിട്ട് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അച്ചമ്മയല്ലേ ആളെ വിട്ടുകൊടുക്കുമോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി കാറിൽ വരികയാണ്. പുള്ളിക്കാരൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് കാറിലേക്ക് വരികയാണ്. വരുന്ന സമയത്തിന് സച്ചി വരുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതിയാണ് കാണുന്നത്. രേവതി ഇങ്ങനെ നോക്കി വരികയാണ് സച്ചി. അതിസുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് വിവാഹ വേഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ സച്ചി നമ്മുടെ രേവതിയെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുകയാണ്. അതിനുശേഷം രേവതിയോട് പറയണം, ഈ വേഷത്തിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, താൻ നല്ല സുന്ദരിയാണ്, എന്തൊരഴകാ തന്നെ കാണാൻ എന്നിങ്ങനെ പറയുകയാണ്. രേവതിയുടെ അമ്മയും അതുപോലെ അവിടെ നിൽക്കുന്ന എല്ലാവരും ഉണ്ട്. ദേവുണ്ട്, ശരത്തുണ്ട്, അച്ചമ്മയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ മുഖമാണെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടയങ്ങ് ആവുകയാണ്. ചന്ദ്രമതിക്ക് അത് കേട്ടിട്ട് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചി പറയാണ്, നിന്നെ കാണാൻ നല്ല അഴകുണ്ട്, നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ സച്ചി പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതിക്കൊപ്പം നമ്മുടെ ശ്രുതി നിൽക്കുന്നത് കാണുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ കിളി പോവുകയാണ്. സച്ചി ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം സച്ചി ചോദിക്കുകയാണ്, ഇവളെന്താ ഇവിടെ, എടി ഫ്രോഡ് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. എടി ഫ്രോഡ്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്തിന് ക്യാഷ് അടച്ച് ബില്ല് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ശ്രുതി വരുന്ന സമയത്തിന് അതേ സമയത്തിന് നമ്മുടെ സച്ചി അവിടെ ക്യൂവിലുണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിൽ വെച്ച് അവർ തമ്മിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടാവുമായിരുന്നല്ലോ. ആ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ സച്ചി അന്നേരം ചോദിച്ചത്, എടി ഫ്രോഡ് എന്ന് വിളിച്ചത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രുതി ചൂളിപ്പോവുകയാണ്. ഇനി അവിടെ നാളെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ചന്ദ്രമതി ഇനി സച്ചിയുടെ അടുത്ത് യുദ്ധത്തിന് ചെല്ലുമോ, അച്ചമ്മ ഒടിച്ചു മടക്കി ഇടോ ചന്ദ്രമതിയെ, ഇനി ചന്ദ്രമതി സച്ചിയോട് യുദ്ധം ചെയ്ത് അവസാനം അവശതയിലാവോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ വരെ കാത്തിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഊർജ്ജം, കമൻറ്റും ലൈക്കും. അപ്പോൾ ഈ കമൻറ്റും ലൈക്കും വരുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ വീഡിയോ എങ്ങനെയാണ്, എൻ്റെ വീഡിയോയുടെ നിലവാരം എന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കിടിലൻ പ്രൊമോ വീഡിയോയുമായിട്ട് വന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ശുഭരാത്രി.